ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നല്ലേ, ഒരു അലോവേരയുടെ ക്ലിയർ ജെല്ലാണ്. അത് നമുക്ക് പ്രൊഫഷണൽ മെത്തേഡിലുള്ള ജെല്ലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ അതേ കളറിൽ അതേ ട്രാൻസ്പെറൻസിയിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് ഞാൻ 2 ഇതുപോലത്തെ ബീക്കറുകൾ. അപ്പോൾ അത് നല്ലതായിട്ട് എല്ലാ പ്രോഡക്റ്റും നമ്മൾ കോസ്മെറ്റിക്സിന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാമുള്ളൂ. കാരണം പെട്ടെന്ന് മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടായിട്ട് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ടെല്ലാം സാനിറ്റൈസ് ചെയ്യണം. എന്ത് നമ്മൾ ഉപയോഗിക്കുന്നതിലും നമുക്ക് സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാവുള്ളൂ. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും നല്ലതാണെങ്കിൽ, നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാനും അത് യൂസ് ചെയ്യാനും ആളുകൾ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കുറഞ്ഞ രീതികളിലുള്ള പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അധികം എന്താ പറയണ്ടേ, നമ്മൾ ഒത്തിരി കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് ഡിറൈവ് ചെയ്തുള്ള സാധനങ്ങൾ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തെടുക്കാൻ നോക്കുന്നത്. കാരണം ഒത്തിരി കോസ്മെറ്റിക്സ് മേടിച്ച് അങ്ങനെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാൻ നമ്മൾ ഇതിനെ കടയിൽ നിന്ന് യൂസ് ചെയ്താൽ പോലെ. അപ്പം നാച്ചുറൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമെങ്കിൽ അത് എപ്പോഴും നാച്ചുറലായിട്ട് തന്നെ കൊടുക്കാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒത്തിരി കെമിക്കൽ, അപ്പോൾ കടയിലെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കടയിലെ അതേ ടെക്സ്ചർ നമുക്ക് കുറവായിരിക്കും കിട്ടുന്നത്. പക്ഷേ ആ സാധനം നിങ്ങൾക്കുള്ള ഗുണം, നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം കിട്ടുന്നത് ഒരുപാട് നല്ലതായിരിക്കും. കടയിൽ നിന്ന് ഒത്തിരി കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തെല്ലാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ സ്കിന്നിന് അപ്പം നല്ലതായിരിക്കും. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഏജ് ആകാനും റിങ്കിൾസ് വരാനും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അധികം കെമിക്കൽസ് ഇല്ലാത്ത പ്രോഡക്റ്റ്, ഇപ്പോൾ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അതിലും കെമിക്കൽസ് ആഡ് ചെയ്താണ് അവർക്ക് ആ ടെക്സ്ചർ കൊണ്ടുവരാൻ പറ്റുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ പ്രോഡക്റ്റിന് ടെക്സ്ചറും കിട്ടുന്നുണ്ട്, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമേഴ്സിന് അതറിയാം. നമ്മൾ ഓരോ പ്രോഡക്റ്റും നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വേണം, നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇതിൻ്റെ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് സോപ്പിൻ്റെ ബേസ്, ഫേസ് വാഷ്, ഷാമ്പൂ, ഇതിൻ്റെയൊക്കെ ബേസും ഉണ്ട്. അതല്ലാതെ പ്രൊഫഷണൽ മെത്തേഡ് ചെയ്യുന്ന ക്ലാസ്സും അതിനുവേണ്ടിയുള്ള സാധനങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, എല്ലാ പ്രോഡക്ട്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാന്തകം, കാർബോമർ, എന്ത് വേണമെങ്കിലും, CABP, ഡിസൽ ഗ്ലൂക്കോസൈഡ്, കോക്കോ ഗ്ലൂക്കോസൈഡ്, SCI, EDTA, എന്ത് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിലതുണ്ട്. നമ്മൾ ആവശ്യാനുസരണം നമ്മളത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അധികം വൈകിക്കേണ്ട, ചാനൽ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയിലല്ല ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരും സാന്തകം യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് കാർബോമർ യൂസ് ചെയ്താണ്. ഇതൊരു കോസ്മെറ്റിക് ഫോർമുലേഷനിലാണ് നമ്മൾ പ്രൊഫഷണൽ മെത്തേഡ് ചെയ്യുന്നത്. നമുക്ക് ട്രാൻസ്പെറൻസി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാർബോമറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാർബോമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും പേടിക്കുമൊന്നും വേണ്ട. കാർബോമറും സാന്തകം പോലെ തന്നെ ഒരു ജെല്ലിങ് ഏജൻ്റാണ്. നമ്മുടെ സ്കിന്നിന് എല്ലാ സ്കിൻ പ്രോഡക്റ്റിലും നമുക്ക് അത് യൂസ് ചെയ്യുന്നുണ്ട്. സ്കിൻ ആൻഡ് ഹെയർ പ്രോഡക്റ്റിലും നമുക്കത് യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഇതാണ് സാന്തകം പോലെ തന്നെ കോസ്മെറ്റിക് ഗ്രേഡിൽ തന്നെ വരുന്നതാണ് കാർബോമർ 940. അതിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും സാന്തകമിലല്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനത്രയും ട്രാൻസ്പെറൻസി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ചെയ്ത് സെയിൽ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് മുന്നോട്ട് പോകാം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. അപ്പം നമുക്ക് കൂടുതലൊന്നും പറയാനല്ല, ചാനലായിട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു വെയിങ് സ്കെയിലാണ്. വെയിങ് സ്കെയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ. അതിനെ നമ്മൾ ടയർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ചെയ്യുന്നത് അലോവേരയല്ലേ. അപ്പം നമുക്ക് അലോവേര എക്സ്ട്രാക്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അലോവേര എക്സ്ട്രാക്ട് ഞങ്ങൾക്ക് ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് ഇട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യുന്നത് അലോവേര എക്സ്ട്രാക്ട് ഇട്ടാണ്. അപ്പോൾ അലോവേര എക്സ്ട്രാക്ട് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻസി കുറച്ച് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് എക്സ്ട്രാക്ട് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതി. കാരണം കോൺസെൻട്രേറ്റഡ് ആണ്. ഞാനിവിടെ ഒരു 10 ml എക്സ്ട്രാക്റ്റ് ആണ് അലോവേരയുടെ എടുക്കുന്നത്. അപ്പം നമുക്ക് കുഴപ്പമില്ല. നമുക്കപ്പോൾ ഒരു 20 എടുത്തിട്ട്, നമുക്ക് 100 ഗ്രാമാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഞാൻ 20 എടുത്തിട്ട് നമുക്ക് ബാക്കി 80 നമുക്ക് എക്സ്ട്രാക്റ്റിനകത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം എന്ന് പറഞ്ഞാൽ DM വാട്ടറാണ്. അപ്പോൾ 20 നമ്മൾ എടുത്തിട്ടുണ്ട്. മെഷർ ചെയ്ത് അലോവേര എക്സ്ട്രാക്റ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് മെഷർ ചെയ്തു മാറ്റി വെച്ചു.
അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് DM വാട്ടറാണ്. അപ്പോൾ DM വാട്ടർ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. 80 ആണ് നമുക്ക് വേണ്ടത് DM വാട്ടർ. നമുക്ക് 80 ml DM വാട്ടർ വേണം. ഓക്കെ, ഇതൊരു 89 ആയിട്ടുണ്ട്. നമുക്ക് 80 തന്നെ മതി. നമ്മളെപ്പോഴും വേണ്ട നമ്മുടെ മെഷർമെൻറ്റ്, ഏതൊരു കോസ്മെറ്റിക് നമ്മൾ ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നമുക്ക് മെഷർമെൻ്റാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനാണ് ചെറിയ വെയിൻ സ്കെയിലും വലിയ വെയിൻ സ്കെയിലൊക്കെ എല്ലാവർക്കും വേണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതും മെഷർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഞാൻ 80 ml വാട്ടറാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 75 എടുത്താൽ മതി. ഞാനത് വിട്ടുപോയി, ഗ്ലിസറിൻ ആഡ് ചെയ്യുന്ന കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ഒരു 5 ml നമുക്ക് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് 80 ml ഞാൻ ഒരു 5 ml മാറ്റി 75 ml ആക്കി ഇപ്പം നമ്മുടെ വാട്ടർ ആക്കിയിട്ടുണ്ട്. 75 ml ആണ് ഇപ്പം നമ്മുടെ വാട്ടർ. അപ്പം ആദ്യത്തെ മെഷർമെൻറ്റ് ഗ്ലിസറിൻ്റെ അത് ഞാൻ വിട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മളിനി ചെയ്യുന്നത് കാർബോമറിലാണ്. സോ കാർബോമർ നമ്മൾ ചെയ്യുന്നത് 940 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു 1 gram മെഷർ ചെയ്തെടുക്കണം. അപ്പം ഇത് നമുക്ക് ശാന്തങ്കം പോലെ മിക്സ് ചെയ്യണം, ഗ്ലിസറിനിൽ മിക്സ് ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് കണ്ടോ, ഇതാണ് കാർബോമർ. ലൈക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ജെൽ കൺസിസ്റ്റൻസിക്ക് നമുക്ക് ക്ലിയർ കൺസിസ്റ്റൻസി കിട്ടും. ഇതാണ് നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നത് ജെല്ലുകളിലതെല്ലാം ഇട്ട് യൂസ് ചെയ്യുന്നത്. സാന്തങ്കമ്മിനെക്കാട്ടി കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ 1 gram കറക്റ്റ് മെഷർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്ട്രാക്റ്റ് ഇല്ലേ, ആ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ടയർ ചെയ്തു. നമ്മൾ ആകെ എടുത്തിരിക്കുന്നത് 20 ml എക്സ്ട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. ആ നിങ്ങൾക്ക് എന്ത് വേണേലും, ജ്യൂസ് ആയിട്ടെങ്കിൽ ജ്യൂസ് എടുക്കാം, പൗഡറാണെങ്കിൽ പൗഡർ മിക്സ് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ എക്സ്ട്രാക്റ്റ് ആണ്. ഇനി ഹൈഡ്രോസോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രോസോളും യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 5 ml ഗ്ലിസറിനും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണ്. ഗ്ലിസറിൻ ഒരു ഹ്യൂമക്റ്റൻ്റ് ആണ്. നമുക്ക് മോയ്സ്ചറൈസിങ്, ഡ്രൈ സ്കിന്നൊക്കെ മാറി മോയ്സ്ചറൈസിങ് നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് വെജ് ഗ്ലിസറിൻ. അപ്പോൾ നമ്മൾ 5 ml വെജ് ഗ്ലിസറിനും കൂടെ എടുത്തു, മിക്സ് ചെയ്തു. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്യണം. നല്ലൊരു സ്റ്റെറൈലായിട്ടുള്ള ഒരു സ്പൂൺ എടുത്ത് നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യുക. നല്ലതായിട്ട് മിക്സിങ് വെച്ച് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് വേറൊരു പാൻ എടുത്തു. അതിനകത്തോട്ട് ആദ്യം എക്സ്ട്രാക്റ്റ് നമ്മൾ മെഷർ ചെയ്ത് വെച്ച എക്സ്ട്രാക്റ്റ് വിത്ത് ഗ്ലിസറിനുള്ള എക്സ്ട്രാക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മെഷർ ചെയ്തെടുത്ത് 75 ml എന്താണ് നമ്മുടെ DM വാട്ടറോട് നമ്മൾ മിക്സ് ചെയ്തത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ മൊത്തം എക്സ്ട്രാക്റ്റും DM വാട്ടറും കൂടെ ഗ്ലിസറിനും കൂടെ ചേർത്ത് നമ്മൾ 50 ml ആക്കിയിട്ടുണ്ട്. 5 ml ഗ്ലിസറിൻ, പിന്നെ 20 ml നമ്മുടെ എക്സ്ട്രാക്റ്റ്, അലോവേര എക്സ്ട്രാക്റ്റ്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 75 ml വാട്ടർ. ഇനി നമ്മൾ കാർബോമറാണ് ആഡ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ശാന്തങ്കം പോലെ അല്ല കാർബോമർ ആഡ് ചെയ്യുമ്പോൾ. കാർബോമറിന് എപ്പോഴും നമുക്കൊരു 3 hours സിറ്റിംഗ് ടൈം ഉണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ അതിനെ എടുക്കാവൂ. 2 to 3 hours. അപ്പോൾ 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതിനെ അടച്ച് നമുക്ക് ഒരു 3 hours വെച്ചതിന് ശേഷമാണ് നമുക്ക് ഇനിയുള്ള നമ്മുടെ പ്രോസസ്സ്. അപ്പം ഇതിനകത്ത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഡബിൾ ബോയിൽ ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഉണ്ടാക്കി പ്രോഡക്റ്റ് മേക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ 3 hours റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. ആ പീരീഡിലാണ് നമുക്കിതിൻ്റെ അത് കഴിഞ്ഞാണ് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ്. അപ്പോൾ നമുക്കിനി 3 hours കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെ ഇരിക്കും. ഈ കാർബോമർ അധികം മിക്സ് ആവത്തില്ല, പക്ഷേ ഇത് ഇരിക്കുമ്പോഴാണ് ഇത് സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ജെൽ കൺസിസ്റ്റൻസി ലൈക്ക് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് നമ്മൾ കാർബോമർ യൂസ് ചെയ്തത്. സാന്തങ്കം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 15 minutes to 1 hour നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് സെറ്റ് ചെയ്തെടുക്കും. പക്ഷേ അതിന് ട്രാൻസ്പെറൻസി കാണത്തില്ല. അതാണ് വലിയ ട്രാൻസ്പെറൻസി നമുക്ക് കിട്ടില്ല. ഇതാണെങ്കിൽ നമുക്ക് നല്ല ട്രാൻസ്പെറൻസി കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇത്രയും മിക്സ് ആവത്തുള്ളൂ ഇത്. ബാക്കി നമുക്ക് 3 hours കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 3 hours അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ 3 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ കാർബോമർ നല്ല രീതിയിൽ നമുക്ക് അലിഞ്ഞ്
ഇതിനകത്തൊരു ജെൽ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഹീറ്റും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് വേണ്ട ആ ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കിൽ നമുക്കിതിനെ കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. കണ്ടല്ലേ, ഇതാണ് ട്രാൻസ്പെറൻസി നമുക്ക് വന്നേക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഡബിൾ ബോയിലിന് ലോ ഫ്ലെയിമിൽ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രോഡക്റ്റ് ഒത്തിരി തിക്കായി പോവും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചു. നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ടീ ആണ് ചേർക്കുന്നത്. അപ്പം ഈ ടീ ചേർക്കുന്നത് നമ്മുടെ ഒരു എമൽസിഫയർ ആയിട്ടാണ്. കാരണം ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യിക്കാനാണ്, ഈ പ്രോഡക്റ്റിനെ തിക്ക് ചെയ്യാനും ഒന്ന് ബ്ലെൻഡ് ചെയ്യിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 drops ആണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടീ ചേർക്കുമ്പോൾ തന്നെ ഇത് ജെൽ കൺസിസ്റ്റൻസിയിലൂടെ തന്നെ മാറും. അല്ലാതെ തന്നെ ഇതിന് ഓൾറെഡി നമുക്ക് ക്ലിയർ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജെല്ലിലോട്ട് മാറും. അപ്പോൾ ടീ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചേർക്കാവുള്ളൂ. 10 drop by drop ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ഒത്തിരി തിക്കായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ നമുക്ക് ഹോട്ട് ചെയ്ത് ചൂടാക്കിയിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. എപ്പോഴും ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇപ്പം തന്നെ തിക്കായി വരുന്നുണ്ട്. നമുക്ക് വേണ്ട ജെൽ കൺസിസ്റ്റൻസിയിലോട്ട് നമ്മുടെ പ്രോഡക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഒത്തിരി ഓവർ ഹീറ്റും ആവില്ല. അതുകൊണ്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒരു 2 to 3 minutes നമുക്കൊന്ന് ചൂടാക്കിയിട്ട്, ഇപ്പോൾ കണ്ടില്ലേ ക്ലിയർ ആയിട്ടുള്ളത്. ജാന്തങ്കമ്മിനെക്കാട്ടി ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു കാർബോമറിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രൊഫഷണൽ മെത്തേഡ് ചെയ്തെടുക്കുക നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇത് തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഞാൻ സോഡിയം ബെൻസോയേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. സോഡിയം ബെൻസോയേറ്റ് നമുക്ക് ചൂടിൽ ആഡ് ചെയ്താലും കുഴപ്പം വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോഡിയം ബെൻസോയേറ്റ്, ഫിനോക്സി എഥനോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ സോഡിയം ബെൻസോയേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇതാകുന്ന ടൈം കൊണ്ട് നമുക്ക് സോഡിയം ബെൻസോയേറ്റും കൂടെ മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഷെൽഫ് ലൈഫ് കൂടാൻ വേണ്ടി 2 നമ്മൾ ഇത് ഒഴിക്കുന്നുണ്ട്. 2 പ്രിസർവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് 0.2 മതി. സോഡിയം ബെൻസോയേറ്റ് ആണിത്. ഇത് 0.2 gram ആണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ടയർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ഒരു പ്രിസർവേറ്റീവ് ഇത് 1 gram ആണ്. നിങ്ങൾക്ക് വിസ്കഗാർഡ് ആണ്, നിങ്ങൾക്കത് പിന്നെ പകരം ഫിനോക്സി എഥനോൾ ആണെങ്കിലും ചേർക്കാം. വിസ്കഗാർഡ് നമുക്ക് 1 gram വേണം. അതും കൂടെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇത് 1 gram വിസ്കഗാർഡ്. ഇപ്പം നമ്മൾ 1 gram വിസ്കഗാർഡ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതൊരു 1 year വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സോഡിയം ബെൻസോയേറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിസ്കഗാർഡും എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 1 year വരെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഷെൽഫ് ലൈഫ്. ഇനി നമുക്ക് ഇതിനകത്തോടെ അതിനെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ പ്രോഡക്റ്റിനകത്തോട്ട്. കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രിസർവേറ്റീവ് എല്ലായിടും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം.
നമുക്കിനി ഇത് മാറ്റാം. അപ്പം നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് ഇത്തിരി തിക്കായതുകൊണ്ട് കുറച്ച് ഹോട്ട് ഡിസ്റ്റിൽ വാട്ടർ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. എപ്പോഴും രണ്ടാമത് ആഡ് ചെയ്യുമ്പോൾ ഹോട്ട് ഡിസ്റ്റിൽ വാട്ടർ തന്നെ ആഡ് ചെയ്യണം. ക്ലിയർ ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി മതി നമുക്ക്. ഇനി നമുക്കതിനകത്തോട്ട് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്യുന്നത് ഫ്രാങ്കിൻസെൻസിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഒരു 5 drops ആണ്. എസെൻഷ്യൽ ഓയിലിൻ്റെ ഗുണങ്ങൾ അറിയാലോ. ഇത് നാച്ചുറലായിട്ടുള്ളതാണ്. ഒത്തിരി ഗുണങ്ങളുള്ള നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഗുണങ്ങൾ തരും. നമ്മളിരിക്കുന്ന ഫ്രാഗ്രൻസ് എപ്പോഴും അത് സിന്തറ്റിക് ആണ്. എസെൻഷ്യൽ ഓയിൽ എപ്പോഴും നാച്ചുറൽ ആയിരിക്കും. അപ്പോൾ അത് ചെറിയൊരു മണവും നമ്മുടെ പ്രോഡക്റ്റിന് കൊടുക്കും. അപ്പോൾ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്ക് കുറച്ച് വൈറ്റമിൻ ഇ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ഒരു വൈറ്റമിൻ ഇയും കൂടെ 100 ഗ്രാമിന് ഒരു വൈറ്റമിൻ ഇ മതി. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എത്രത്തോളം ട്രാൻസ്പെറൻസി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ക്യാമറയിലൂടെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ബട്ട് ഇത് നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. 12 hours കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്താൽ മതി. 12 to 24 hours യൂസ് ചെയ്താൽ മതി. നമുക്കതിനെ ബോട്ടിലോട്ട് മാറ്റാം. നമുക്ക് ചെയ്തതിന് ഇനി ബോട്ടിലോട്ട് മാറ്റി നോക്കാം എത്രയുണ്ടെന്ന്. നമുക്ക് കറക്റ്റ് 100 കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബോട്ടിലിൽ. അപ്പം ഇതാണ് നമ്മുടെ അലോവേര ജെല്ല്. നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്. ഞാൻ വൈറ്റമിൻ ഇ ഒഴിച്ചപ്പോഴാണ് നമ്മളിത് വൈറ്റമിൻ ഇ ഒഴിക്കാതെ ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ വൈറ്റമിൻ ഇ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ കളറായത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണമെങ്കിൽ നമുക്കതിനെ സ്കിപ്പ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യണമെങ്കിലും അതും ഓപ്ഷണലാണ്. ഞാനിതിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല റിവ്യൂസ് കിട്ടാനും നല്ല ഗുണങ്ങൾ കിട്ടാനും. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. സോ ഇതാണ് അപ്പോൾ നമ്മുടെ അലോവേര ജെല്ലിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.